ഡാൻസ് പ്രിപ്പയർഡ് ആയിരുന്നു എന്തോ അല്ല, ഒരിക്കലല്ല, നെവർ, ഒരിക്കലല്ല. ഞാൻ എൻ്റെ പക്ഷെ ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടനൊരു സ്റ്റേ ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു റിസപ്ഷനൊക്കെ, ഗംഭീരമായിരുന്നു റിസപ്ഷൻ. കൂട്ടുകാരെല്ലാം വന്നല്ലേ? എല്ലാവരും വന്നു, ഓൾമോസ്റ്റ് എല്ലാവരും. ഇന്നലെ വരാൻ പറ്റാത്തവർ വന്നു, വന്നവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഏതാ? ഓഫ് കോഴ്സ് ആണല്ലോ, ഇത്ര വർഷമായില്ലേ, അതിൻ്റെ ആ ബോണ്ടിങ് എപ്പോഴും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ. അപ്പം എൻ്റെ ഇത്രയും വലിയൊരു ഈ ഒരു ബിഗ് ഡേയിൽ അവരെല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരെല്ലാവരും വന്നു, നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ക്രൂ ഉൾപ്പെടെ എല്ലാവരും വന്നു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. എന്തോ അതെ അതെ, നക്ഷത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഇന്നലത്തെ 3 ബ്ലൗസും വെഡ്ഡിങ് ഡേയുടെ 3 ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും കുറച്ച് ഹെവിയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ്. ഒത്തിരി ടൈമോ അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു. എല്ലാം വെഡ്ഡിങ് ആണെങ്കിലും പെട്ടെന്ന് ആ ഡേറ്റൊക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ടൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി ആക്ച്വലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. കുറേ ഓവർ ടൈം ഒക്കെ ഇട്ട്. അപ്പം അവൾക്ക് ബിഗ് താങ്ക്സ്. നമ്മളിപ്പം റിസപ്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കിപ്പം. ഇതുപോലെ ഒരു നമ്മുടെ ലൈഫിൽ ഒരിക്കലല്ലേ നടക്കുകയുള്ളൂ. അപ്പം ആ ഒരു ഡേ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരുന്നെന്ന് ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം. പിന്നെ ചെറിയൊരു എഫേർട്ട് എടുത്തു. ഓർണമെൻറ്റ്സ് ഇഷൽ റെൻ്റൽ ജ്വല്ലേഴ്സാണ്, ഫോർട്ട് കൊച്ചിയിൽ. അതുപോലെ വെഡ്ഡിങ് ആണെങ്കിൽ അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. ജോസ്കോയിൽ നിന്നാണ് ആലീസ് പറഞ്ഞത്. ആലീസാണ് കൊണ്ടുപോയത്. അവൾ ബ്രാൻഡ് അംബാസിഡറാണ് ജോസ്കോയുടെ. അപ്പോൾ അവളാണ് കൊണ്ടുപോയത്. പിന്നെന്താണ്, അപ്പം സാരി എയർ ഹാൻഡ്ലൂംസ് ആയിരുന്നു. എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ത് തന്നതാണ്. ഞാൻ അവിടെ പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതല്ല, അവരെനിക്ക് വേണ്ടി ചെയ്തെടുത്ത് തന്ന. അതിനും അവർക്ക് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എന്നോട്. എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും ഹെൽപ്പിംഗ് ആയിരുന്നു. എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു. ഫാമിലി എല്ലാവരും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു. ഡാൻസ് പ്രിപ്പയർഡ് ആയിരുന്നു. എന്തോ അല്ല, ഒരിക്കലല്ല, നെവർ, ഒരിക്കലല്ല. ഞാൻ എൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടനൊരു സ്റ്റെപ്പ് വെക്കുന്നത്. അറിയത്തേയില്ലായിരുന്നു ഡാൻസ് ചെയ്ത്. ഞാൻ ജസ്റ്റ് മടിയാണ് എല്ലാത്തിനും. ഞാൻ വിളിച്ചപ്പോഴേ വന്ന് ഒരു 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം. ഈ പ്രോഗ്രാമിന്റെ മേക്കപ്പ് ഭയങ്കരമായിട്ട് അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത്. അങ്ങനെ നന്നായിട്ട് വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അത് ഇന്നലെ വെഡ്ഡിങ് ഡേ സീജനായിരുന്നു. ഓരോ ദിവസം ഓരോരുത്തരായിരുന്നു. നമുക്ക് 4 ഇവൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ റിസപ്ഷൻ ആണെങ്കിൽ വിജിലേട്ടനാണ് മേക്കപ്പ് ചെയ്തത്. വെഡ്ഡിങ് ഇന്നലെ സീജനായിരുന്നു. പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷൻ, അതിൻ്റെ തലേദിവസം ഹൈന്യൂൺ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നു. അത് നമ്മുടെ അനു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത്, പിങ്ക് പാഷൻസ്. പിന്നെ ഹൽദി ചെയ്തത് ഫിയാമ മേക്കോവേഴ്സ്. ഞങ്ങളെല്ലാവരും കൂടെ ആരോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി എല്ലാം ചെയ്തു തന്നു. അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി എനിക്ക് ചെയ്തു തന്നത്. അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം. പിള്ളേർ ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇവൻ്റ് എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അർജുന ഒന്ന് പരിചയപ്പെടുത്താവോ? കുറേ നേരമല്ലേ. എന്താണ് പറയുന്നത്? ഇത്രയും ഹാപ്പി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ അധികം അങ്ങനെ ഇൻട്രോവേർട്ടൊന്നുമല്ല, ഒരു സ്റ്റാഫിൻ്റെ നിങ്ങളെല്ലാം ഇങ്ങനെ മീഡിയ ഇങ്ങനെയൊക്കെ വരുന്ന വലിയ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത്ര ആൾക്കാരെ നിങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഇത് എന്ത് ഇത്ര ആൾക്കാരെ കണ്ടു? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സപ്പോർട്ടാണ്. എനിക്ക് ഇഷ്ടമുണ്ട് ചെയ്യാൻ. സ്റ്റാർ മാജിക് കാണാറില്ല എന്ന് പറഞ്ഞു. ഇനി കാണാം. ഇനിയല്ല, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ. അല്ലാതെ അതിനുവേണ്ടി ഞാൻ ഇന്ന് കണ്ടിട്ടില്ല, അങ്ങനെ കാണാറില്ല. പ്രപ്പോസൽ വന്നപ്പോഴും അങ്ങനെ
അറിയില്ലായിരുന്നു. വന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അടുത്തില്ല അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ അടിമോളൊക്കെ ഉണ്ടോ? ഒന്നും പ്ലാനിങ് ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. അത് ഓഫ് കോഴ്സ് ആണല്ലോ. അമ്മ അച്ഛനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അനിയൻ പറഞ്ഞായിരുന്നു ചേച്ചി പോകുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവും എപ്പോഴും, എല്ലാത്തിനും ഏതിനും എന്തിനും ഉണ്ടായിരുന്നു. ഓക്കെ താങ്ക് യു